പോസ്റ്റ് ഓൺ റിപ്പോർട്ട്. കായംകുളത്തെ 42-കാരിയുടെ മരണം പാമ്പ് കടിയേറ്റെന്ന് സ്ഥിരീകരണം. ശരീരത്തിനുള്ളിലും വിഷാംശ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കായംകുളം താലൂക്ക് ആശുപത്രിയുടെ വാദം തള്ളുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ. പാമ്പ് കടിയേറ്റ ലക്ഷണങ്ങൾ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ആശുപത്രിയുടെ വിശദീകരണം. അതായത് ഈ പാമ്പിന്റെ വിഷബാധ ഏറ്റിട്ടുള്ള രോഗലക്ഷണങ്ങൾ രോഗിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ രോഗലക്ഷണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ASV നൽകാനായിട്ട് സാധിക്കത്തില്ല. രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കൊടുത്തേനെ. ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിക്ക് അനുസരിച്ച് ASV നമ്മൾ നൽകും. നമ്മുടെ ആശുപത്രിയിൽ ASV ഉണ്ട്. നിലവിൽ ഇപ്പോൾ 11 ASV നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. പിന്നെ അതുകൂടാതെയുള്ള ഇപ്പോൾ അട്രോപ്പിനെ നിയോസിക്കിൻ അടക്കമുള്ള ഇപ്പോൾ മൂർഖന്റെയും ശംഖുവരേന്റെയും ഒക്കെ കടിയേറ്റാൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്ന് വരെയും ആശുപത്രിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ASV നൽകിയില്ല എന്നുള്ള ഒരു ആരോപണം ശരിയാണെന്ന് തോന്നുന്നില്ല. അതേസമയം താലൂക്ക് ആശുപത്രിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ആന്റിവനം ലഭ്യമാക്കാൻ വൈകിയെന്നാണ് ആരോപണം. ആശുപത്രി നിരീക്ഷണത്തിലിരിക്കെ ശൗചാലയത്തിലേക്ക് പോയ സെലീന കുഴഞ്ഞു വീഴുകയായിരുന്നു. അണലിയാണ് യുവതിയെ കടിച്ചതെന്നും നാട്ടുകാർ പറയും. യഥാർത്ഥത്തിൽ ആശുപത്രിയിൽ ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ കേസിൽ ചെല്ലുന്നവരെ നോക്കാൻ ആളില്ല. ഒരൊറ്റ ഡോക്ടർ അവിടെ ഇരുന്നത്. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പാമ്പ് കടിയേറ്റ് ചെല്ലുന്നവർക്ക് പ്രാഥമികമായി കൊടുക്കേണ്ട ചികിത്സയാണ് ആന്റിവനം. അതെല്ലാവർക്കും സാധാരണക്കാർക്ക് അറിയാവുന്നതാണ്. ഇനി പാമ്പ് കടിച്ചു എന്നൊരു സംശയാസ്പദമായി ചെന്നാലും അത് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. അത് കൊടുക്കാതെ അവരുടെ ബ്ലഡ് പരിശോധിക്കുക, ഒരു TT ഇഞ്ചക്ഷൻ എടുക്കുക ചെയ്തത്. ഇല്ലെന്നാണോ അതോ കൊടുത്തില്ലെന്നാണോ? അവിടെ ഇല്ല, ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് ഇല്ലെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലുകാരുടെ ആ കാര്യത്തിൽ അനാസ്ഥ ഉണ്ട്. ഞങ്ങൾ ആരോപിക്കുന്നത് ഒരു ജീവൻ പോകാൻ കാത്തിരിക്കുകയാണ് ഒരു സംവിധാനം ഉണ്ടാക്കുവാൻ. അതാണ് അവിടെ പ്രശ്നം. നമ്മുടെ പ്രദേശത്ത് 42-കാരി ഒരു പൊതുപ്രവർത്തകയായി നിന്ന ഒരു സ്ത്രീയാണ്. ആശുപത്രിയിൽ ആന്റിവനം ഇല്ലെന്നാണ് ബന്ധുക്കളെ അറിയിച്ചതെന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നും അന്വേഷണം വേണമെന്നും G. സുധാകരൻ ആവശ്യപ്പെട്ടു. പാമ്പ് കടിച്ചാണെന്ന് പാമ്പ് വിളിച്ച് പറയണമല്ലേ? ഞാനാ കടിച്ചാണെന്നല്ല, അത് ശരി. പിന്നെ എന്തിനാ ഡോക്ടർമാരോട്ടിരിക്കുന്നത്? അതൊന്നും വിശദീകരണമൊന്നും ശരിയൊന്നുമല്ല. ആന്റിവനം ഉണ്ടായിട്ടും അത് ഉപയോഗിച്ചില്ല എന്നുള്ളത് ഗുരുതരമായ കുറ്റം. ഇല്ലെന്നാണ് ആദ്യം അറിയുന്നത്. അപ്പോൾ ഉണ്ടായതെന്ന് അവർ തന്നെ പറയുന്നു. അത് ഗവൺമെൻറ് അന്വേഷിച്ച് നടപടി ഉണ്ടാവണം. അല്ലാതെ നടപടി എടുക്കണം. ആന്റിവനം ഉണ്ടായിട്ടും ആന്റിവനം കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അത് വലിയ വീഴ്ചയല്ലേ? പേഷ്യൻ്റ് പറയുന്ന മുഖവിലേക്ക് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ, ആന്റിവനം എടുക്കാമല്ലോ. അത് ഉണ്ടായിട്ട് എടുത്തില്ല എന്ന് പറയുമ്പോൾ അവർ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. പിന്നെ അന്വേഷണപ്പെടും. മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതല്ലേ, അന്വേഷണം വേണമല്ലോ. മനീഷ് മഹിവാലാണ് ചെയ്തത്. മനീഷ്, ആശുപത്രിയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ തന്നെ. ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെ വീഴ്ചയുണ്ടായി എന്ന് വേണമോ വിലയിരുത്താൻ? വിനീത വേണു, ഇത് സംബന്ധിച്ച പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ കൈമാറിയത് പോലീസ് സർജനാണ്. കായംകുളം CIക്കാണ്, അന്വേഷണ ഉദ്യോഗസ്ഥനെ കായംകുളം SHOയ്ക്കാണ് വിവരങ്ങൾ കൈമാറിയത്. അതിൽ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് മുൻപേ തന്നെ ശരീരത്തിൽ പാമ്പ് കടിയേറ്റത്തിന് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ശരീരത്തിനുള്ളിൽ വിഷാംശത്തിന്റെ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ പാമ്പ് കടിയുടെ സാധ്യത നിലവിൽ പോലീസ് സർജൻ തള്ളുന്നില്ല. പക്ഷേ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രാഥമികമായ നടപടിക്രമങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി എന്ന ആരോപണമുണ്ടായി. പക്ഷേ അതിനെ തള്ളിക്കൊണ്ടാണ് ആശുപത്രി രംഗത്ത് വന്നത്. ആദ്യഘട്ടത്തിൽ പാമ്പിന്റെ ബൈറ്റ് എന്ന രീതിയിൽ ഒരു മുറിവ് മാത്രമേ കണ്ടുള്ളൂ. സാധാരണത്തിൽ ഒരു മുറിവ് കാണാറില്ലെന്നും ആ മുറിവിൽ കൂടി ചോര പൊടിഞ്ഞിട്ടില്ലെന്നും അതിൽ നീര് വന്നിട്ടില്ലെന്നും ഒപ്പം തന്നെ പ്രാഥമികമായി നടത്തിയ വിലയിരുത്തലിൽ ഒരു തരത്തിലുമുള്ള പാമ്പ് കടിയുടെ സൂചനയും ശരീരത്തിൽ ഇല്ലായിരുന്നു എന്നാണ് നിലവിൽ ആശുപത്രി, അതായത് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ RMO ആയിട്ടുള്ള ശ്രീ പ്രസാദിന്റെ വിശദീകരണം. പക്ഷേ ഈ ഇത്തരത്തിലുള്ള വിശദീകരണത്തിനെ തള്ളുന്നതാണ് നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണമായ റിപ്പോർട്ട്, അതിന്റെ വ്യക്തത ലഭിക്കണമെങ്കിൽ അതിന്റെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ നിലവിൽ പത്തോളജി ലാബിലേക്ക്, തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ആ ലാബിലെ നടത്തുന്ന പരിശോധനയായിരിക്കും ഏത് തരത്തിലുള്ള പാമ്പാണ് കടിച്ചത്, എത്രത്തോളം വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്, മരണത്തിന്റെ കൃത്യമായ കാരണം അറിയാനൊക്കെ തന്നെ അതിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ പ്രാഥമികമായിട്ടുള്ള ചില വിവരങ്ങളിൽ നിന്നും ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആന്റിവനത്തെ സംബന്ധിച്ച് ആശുപത്രിയുടെ ആശങ്ക, ഒരു പാമ്പ് കടിച്ചാൽ അത് ഏത് പാമ്പാണെന്ന് അറിയാതെ ആന്റിവനം കൊടുക്കുന്നതിന് മുൻപ് പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അത്തരം അളവുകോലിൽ അല്ലാതെ ആശുപത്രിക്കും ആന്റിവനം കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സാങ്കേതികമായ ആശുപത്രി ഭാഗത്തും ചില പ്രശ്നങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബന്ധുക്കൾ പറയുന്നത് ആശുപത്രിയിൽ ആന്റിവനം പോലും ഇല്ലായിരുന്നു എന്നാണ്. ഇനി അഥവാ ആന്റിവനം കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ആശുപത്രി എത്തിയെങ്കിൽ കൂടി ആശുപത്രിയിൽ ആന്റിവനം ഇല്ലെന്നാണ് ആദ്യഘട്ടത്തിൽ ബന്ധുക്കളെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ രക്തപരിശോധന നടത്തി അരമണിക്കൂർ കാത്തിരിക്കാൻ പേഷ്യന്റിനോട് ആവശ്യപ്പെട്ടു. ഈ സമയത്താണ് പേഷ്യന്റ് ശുചിമുറിയിലേക്ക് പോകുന്നതും അവിടെ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നു. പക്ഷേ കൃത്യമായ ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകുകയും അവിടെ ആന്റിവനം ഇല്ലാത്ത സാഹചര്യത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് പോലെയുള്ള മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കുന്നത്. വിനീത, ശരി, തീർച്ചയായും ഇതിലൊരു അന്വേഷണം ആവശ്യവുമാണ്.